കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് കലാ ഓഡിറ്റോറിയം വേദിയായി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ 36ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ MLA ആന്റണി ജോൺ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസ് സേന എല്ലാ നിലയിലും മാതൃകയായി തന്നെ ഇടപെടുന്ന ഒരു സേനയാണ്. പോലീസാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിന് വരുന്ന ചെറിയ അപൂർവം ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നിങ്ങളും എന്നുള്ളതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന പോരായ്മകൾ സ്വാഭാവികമായിട്ട് പോലീസിനകത്തും ഉണ്ടാകും. അപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസാണ് എന്നുള്ളതുകൊണ്ട് സമൂഹം അതിനെ വലിയ തോതിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാകും. ചിലരൊക്കെയാണെങ്കിൽ അതിന് തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ നിങ്ങളുടെ ഈ മേഖലയ്ക്കകത്ത് നിലകൊള്ളേണ്ടവർ തന്നെയാണ്. എല്ലാ കാര്യത്തിനകത്തും ആ നിലയിൽ സമൂഹത്തോട് എപ്പോഴും നമ്മളൊരു ആൻസറബിൾ ആയിരുന്നു. എല്ലാ കാര്യത്തിനകത്തും ആ നിലയിലാണ് പോലീസിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ കോതമംഗലത്ത് വെച്ച് ഇവിടെ ഇങ്ങനൊരു സമ്മേളനം, റൂറൽ ജില്ലയിലെ സമ്മേളനം ചേരാൻ തീരുമാനിച്ചത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ കാര്യമാണ്. സ്വാഗത സംഘം ചെയർമാൻ അനിൽകുമാർ KK അധ്യക്ഷനായി. പ്രശസ്ത സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയുമായ ഗായത്രി വർഷ മുഖ്യപ്രഭാഷണം നടത്തി. കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു വന്നില്ലെങ്കിൽ എന്താ സാറേ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ബോധമുള്ളവരും ആടുന്നവരും ആടാത്തവരും നേരെ നിൽക്കുന്നവരും ഒക്കെയുള്ളവരും ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം തീർച്ചയായിട്ടും സ്വാഗത പ്രാസംഗികൻ ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ അധ്യക്ഷനാണെങ്കിലും അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു സർക്കാരിന്റെ, ഒരു സംവിധാനത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ അധികാരം പ്രയോഗിക്കാൻ അധികാരമുള്ളവരാണ് ആര്? പോലീസ്. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അത്. ഒരു സ്റ്റേറ്റിന്റെ അധികാരം പ്രയോഗിക്കാൻ അധികാരമുള്ള സേന ഏത്? പോലീസാണ്. മന്ത്രിക്ക് വന്ന് നേരിട്ട് അടി കൊടുക്കാൻ പറ്റുമോ? MLA ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് മാത്രമല്ല, ഓടിക്കോ എന്ന് പറയും ഇടയ്ക്ക്. പിന്നെ നിന്നെ ഇവിടെ കാണരുത് എന്ന് പറയും. ജനപ്രതിനിധി കൂടുതൽ വിനയാന്യുതനായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ഈ അവസ്ഥയെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഇത്തരം സാംസ്കാരിക വേദിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കവിടെ ഏറ്റവും വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. നടനും എഴുത്തുകാരനുമായ സുനീഷ് വയനാട്, കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ഗീതാ ജയകുമാർ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S റജിമോൾ, KPA ജില്ലാ പ്രസിഡന്റ് ER ആഡ്മൻ, KPOA സംസ്ഥാന നിർവാഹക സമിതി അംഗം ബെന്നി കുര്യാക്കോസ്, KPOA ജില്ലാ സെക്രട്ടറി MV സനിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ വിനാസ് PK എന്നിവർ സംസാരിച്ചു. 2025 വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സേനാംഗങ്ങളെയും ബാഡ്ജ് ഓഫ് ഓണർ നേടിയ സേനാംഗങ്ങളെയും വിവിധ തലങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച സംഘടനാംഗങ്ങളെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.